നമസ്തേ. മനുഷ്യൻ ഏതെങ്കിലും ഒരു ലിംഗത്തിൽ ഈ ഭൂമിയിൽ ജനിക്കുകയാണ്. അതിനുശേഷം ഈ കുഞ്ഞു പതിയെ വളർന്നു വരുന്ന സമയത്ത് പേടിപ്പിച്ചുകൊണ്ട് പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആൻസൈറ്റി, ആകുലതപ്പെടുത്തിക്കൊണ്ട് പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ചെറിയ ക്ലാസ്സിൽ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് തന്നെ പഠിച്ചില്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ കയറി പോകും, നീ പരാജയപ്പെട്ടു പോകും, മാർക്ക് കുറയും, അല്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറയും, ടീച്ചറാണെങ്കിൽ പറയും അച്ഛനും അമ്മയ്ക്കും ദേഷ്യം പിടിക്കും. ഇങ്ങനെ പല രീതിയിൽ പറഞ്ഞ് പേടിപ്പിച്ചും ആകുലതപ്പെടുത്തിയൊക്കെ കണ്ടാണ് കുട്ടികളെ ഇന്ന് വളർത്തിക്കൊണ്ടിരിക്കുന്നത് പല മാതാപിതാക്കളും. അതുപോലെ തന്നെ ചിലപ്പോൾ പണമുള്ള കുടുംബത്തിലായിരിക്കും ജനിച്ചത്, ചിലപ്പോൾ പാവപ്പെട്ട കുടുംബത്തിലായിരിക്കും, മിഡിൽ ക്ലാസ്സിലായിരിക്കും. എന്തു തന്നെയാണെങ്കിലും അങ്ങനെ ഒരു കുടുംബത്തിലായിരിക്കാനായിട്ട് ആ കുട്ടി വിധിക്കപ്പെടുകയാണ്. അതിനുശേഷം ഈ കുടുംബത്തിലുള്ളവർ ആയിരിക്കുന്നതായിട്ടുള്ള മതം അല്ലെങ്കിൽ ജാതി ഇതൊക്കെ ഏതാണോ അതിൻ്റെ ഉള്ളിൽ പെടുവാനായിട്ട് ആ കുട്ടി വിധിക്കപ്പെടുകയാണ്. അവരായിരിക്കുന്നതായിട്ടുള്ള രാഷ്ട്രത്തിൽ പെടുവാനായിട്ട്, ഭൂഖണ്ഡത്തിൽ പെടുവാനായിട്ട് ആ കുട്ടി വിധിക്കപ്പെടുകയാണ്. നമ്മുടെ ഇന്ത്യയിലേക്കാണെങ്കിൽ പലവിധ സ്റ്റേറ്റുകൾ പലവിധ ലാംഗ്വേജസ് സംസാരിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പഠിക്കാനായിട്ടും പറയപ്പെടാനായിട്ടും ആ കുട്ടി വിധിക്കപ്പെടുകയാണ്. അങ്ങനെ ആ കുട്ടിയുടെ തന്നെ ചോയ്സ് അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യനെ ഏറ്റെടുക്കപ്പെടേണ്ടതായിട്ട് വരികയാണ്. നമുക്ക് തെരഞ്ഞെടുപ്പല്ലാതെ നമുക്ക് കിട്ടുന്ന, നമുക്ക് വിധിക്കപ്പെട്ടതായിട്ടുള്ള അത് പ്രകൃതി തന്നെ ഡിറ്റർമൈൻ ചെയ്ത് കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ പ്രപഞ്ചം നമ്മളെ അതിലേക്ക് എത്തിക്കുകയാണ്. അത് നമ്മുടെ ഒരു ചോയ്സ് ആണ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. കാരണം നമ്മളുടെ ഒരു കോൺഷ്യസ്നെസ്സും നമ്മുടെ ഇച്ഛാശക്തിയും ഒക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിലേക്ക് എത്തപ്പെടുകയാണ് എന്നുള്ളതാണ്. എല്ലാ ജീവജാലങ്ങളിലും മനുഷ്യരിലാണ് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് അനുഭവിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം മറ്റു ജീവികളെക്കാളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ട്, നമ്മളുടെ ബോധമണ്ഡലത്തിന് അതിനേക്കാളൊക്കെ വികാസമുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നത് കൊണ്ട് യുക്തിചിന്തയുടെ ഒക്കെ ഫലമായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സ്പോട്ട് ചെയ്ത് പോയിന്റ് ചെയ്ത് ചിന്തിച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയാണ്. താൻ പാതി ദൈവം പാതി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഇവിടെയുള്ള ആ ഒരു ജനനം എന്ന് പറയുന്ന സംഗതി അങ്ങനെ നമുക്ക് നിയന്ത്രണത്തിലല്ലാത്തതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ദൈവികമായിട്ട് ദൈവത്തിന്റെ പാതിയായിട്ട് നടക്കപ്പെടുന്ന സമയത്ത് പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ട് വരും. അതായത് നമുക്ക് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, എപ്പോഴും നമ്മൾ പറയാറുണ്ട് ദൈവത്തിന്റെ ഫ്രീക്വൻസി ആയിട്ട് ട്യൂണിങ് ചെയ്യണം, നമ്മുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണോ അത് കണ്ടെത്തിയിട്ട് പ്രവർത്തിക്കണം എന്നൊക്കെ. അപ്പൊ ഈ പറയുന്ന പർപ്പസ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഫ്രീക്വൻസി എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യന്റെ ആ ഒരു ഹയസ്റ്റ് പൊട്ടൻഷ്യലിലേക്ക് എത്താനുള്ള ആ ഒരു ട്രാക്ക് എന്ന് പറയുന്നത്, ഇനി അതുമല്ലെങ്കിൽ ക്ഷേമത്തിനായിട്ടുള്ള ഒരു പദ്ധതി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ, ഓൾ ആർ സ്ട്രൈവിങ് ഫോർ ഗുഡ് എന്നുള്ളതാണ് പറയാനായിട്ട് സാധിക്കുന്നത്. അല്ലെ, എല്ലാ ജീവജാലങ്ങളുടെ ഇടയിലും മനുഷ്യന്റെ ഇടയിലും ഒക്കെ ഒരു നല്ല സ്റ്റേറ്റിലേക്ക് വരണം എന്നുള്ളതാണ് ഈ ജീവികളൊക്കെ ശ്രമിക്കുന്നത്. അതായത് സർവൈവ് ചെയ്ത് വിജയിക്കണം. അത് സർവൈവൽ എന്ന് പറയുന്നത് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒരു ജീവിയുടെ എല്ലാ ജീവിതത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ എല്ലാ ആസ്പെക്ട്സിലും ഈ സർവൈവലിന്റെ എലമെന്റ് കാണാം, അല്ലെങ്കിൽ ഈ സർവൈവലിന്റെ എലമെന്റ് ഉള്ളത് കൊണ്ടാണ് അത്തരത്തിൽ ജീവജാലങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ്സ്. വെൻ ഇറ്റ് കംസ് ടു ഹ്യൂമൻ ബീയിങ്സ്, മനുഷ്യരിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചിന്തിക്കാനുള്ള ശേഷിയുള്ളത് കൊണ്ട് തന്നെ മനുഷ്യൻ കൂടുതൽ ആകുലതപ്പെടുകയാണ്. അപ്പൊ ഈ പറയുന്ന കുട്ടി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് മാർക്ക് കുറയുമെന്ന് പറഞ്ഞുകൊണ്ടും, അല്ലെങ്കിൽ ടീച്ചർ വഴക്ക് പറയും, മറ്റുള്ളവരുടെ ഒപ്പം എത്താനായിട്ട് സാധിക്കുകയില്ല, ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചുകൊണ്ടും ആകുലതപ്പെടുത്തിക്കൊണ്ടുമാണ് പലരും ഇന്ന് കുട്ടികളെ റേസ് ചെയ്തെടുക്കുന്നത്. മനഃശാസ്ത്രമൊക്കെ എത്ര കണ്ട് വികസിച്ചു വരുന്നു എന്ന് പറഞ്ഞാലും ഈ അവസ്ഥകൾക്കൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. കുട്ടിക്കാലത്ത് ഒരുവൻ പഠിക്കുന്നത് ആകുലതയുടെ പുറത്തായിട്ട് മാറുക, അല്ലാതെ ആ വിഷയത്തിനോട് പാഷൻ കാണിച്ചുകൊണ്ടോ ഒരു വിഷയത്തിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടോ ഇഷ്ടപ്പെട്ട വിഷയം ഏതാണെന്ന് കണ്ടെത്തണം എന്നുള്ള ചിന്തയൊന്നും ചെറിയ പ്രായത്തിൽ കൊടുക്കുന്നില്ല. ചെറിയ പ്രായത്തിലാണ് ഈ കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തേണ്ടത് എന്നുള്ളതാണ് രസകരമായിട്ടുള്ള ഒരു കാര്യം. അതായത് ആ കുട്ടി ഏത് ട്രാക്കിൽ പോകണോ എന്നുള്ള ഒരു അൾട്ടിമേറ്റ് ആൻസർ ആയിട്ട് എത്തണം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു സംഗതി ഉണ്ട്, എനിക്കൊരു ട്രാക്ക് ഉണ്ടാകും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് വളരെ സന്തോഷകരമായിട്ട് ചെയ്യാൻ പറ്റുന്നതും അതിനനുസരിച്ച് എനിക്ക് പ്രതിഫലം വരുന്നതുമായിട്ടുള്ള, പ്രതിഫലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് സാലറി ഓർ വേജസ് എന്നുള്ള അർത്ഥത്തിലല്ല, ഒരു റിസൾട്ട് എന്നുള്ള അർത്ഥത്തിലാണ്. എനിക്ക് ആസ്വദിച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയും വേണം, എന്നാൽ എനിക്ക് അതിനുള്ള റിസൾട്ടും കിട്ടണം. ഇങ്ങനെ ഒരു ട്രാക്കിൽ കൂടിയാണ് ഞാൻ പോകേണ്ടത് എന്ന് പല കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ ഭൂരിപക്ഷം കുട്ടികളും അതിലേക്ക് എത്തുന്നില്ല. ഇത് പേരൻസിന്റെ ചിന്തയുടെ കുറവ് കൊണ്ട്, അല്ലെങ്കിൽ അധ്യാപകരുടെയും വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെയും മനഃശാസ്ത്രത്തിന്റെ ഒക്കെ ഒരു നിലവിലുള്ള അവസ്ഥകളുടെ ഒരു പരാജയമായിട്ടാണ് നമുക്ക് കണക്കിലെടുക്കാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ആകുലതയുടെ പുറത്ത് പഠിക്കുന്നു, ആകുലതയുടെ പുറത്ത് ഒരു ലൈഫ് പാർട്ട്ണറെയും കണ്ടെത്തുകയാണ്. അതായത് എല്ലാവർക്കും ഗേൾ ഫ്രണ്ട് ഉണ്ട്, ബോയ് ഫ്രണ്ട് ഉണ്ട്, എനിക്ക് മാത്രം ഇല്ല എന്നുള്ളൊരു ചിന്തയാണ് ഇന്ന് പല കുട്ടികളെ അലട്ടുന്ന ഒരു കാര്യം. അപ്പൊ ഈ ആകുലതയുടെ പുറത്ത് ആരിലേക്കെങ്കിലും ചെന്ന് ഈസി ആയിട്ട് അറ്റാച്ച് ആകുകയാണ്. പണ്ടൊക്കെ ഉള്ള കാലത്ത് ഒരാളുടെ പ്രണയം പറഞ്ഞ് വിജയിപ്പിക്കണമെങ്കിൽ
അത് വളരെ ബുദ്ധിമുട്ടാണെന്ന് പഴയ സിനിമകളും കഥകളും ഒക്കെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നോവലുകളൊക്കെ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ഈസിലി ഹാപ്പനിങ് ആണ്. പ്രണയം ഈസി ആയിട്ട് ഹാപ്പൻ ചെയ്യുന്നു, അതിനുശേഷമുള്ള കാര്യങ്ങളും ഈസി ആയിട്ട് ഹാപ്പൻ ചെയ്യുന്നു. എത്തിക്സിന്റെയും മൊറാലിറ്റിയുടെയും അഭാവം ഉള്ളതുകൊണ്ട് തന്നെ ആ രീതിയിൽ കാര്യങ്ങൾ അങ്ങനെ മൂവ് ചെയ്യുകയാണ്. പക്ഷേ ഈസി ആയിട്ട് മുളച്ചു വരുന്ന ഈ കാര്യങ്ങളൊക്കെ വഴിയരികിലോ പാറപ്പുറത്തോ വീണ വിത്തുകളെ പോലെ പെട്ടെന്ന് മുളച്ചു പൊന്തുകയും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ അതൊരു വൃക്ഷമായിട്ട് ആ ബന്ധത്തിന് നിലനിൽക്കാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ വളരാനായിട്ട് സാധിക്കുന്നില്ല, അതിന് ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മജോറിറ്റി ആയിട്ടുള്ള ബന്ധങ്ങളിലേക്ക് നമ്മൾ വേൾഡ് വൈഡ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സദാചാരത്തിന്റെ ഒരു തകർച്ച തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സദാചാരം പറയുന്നത് വരെ ഒരു തെറ്റാണെന്നുള്ള രീതിയിലാണ് ഇന്നത്തെ പല യുവതലമുറയും വ്യാഖ്യാനിക്കുന്നത്. മജോറിറ്റി ആയിട്ടും ഇന്നത്തെ യുവതലമുറയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവർക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അതിനെ എതിർക്കുന്നവരെ എല്ലാം വിമർശിച്ചുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും പോകുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അപ്പോൾ പല രീതിയിലുള്ള സ്വാതന്ത്ര്യങ്ങളെ അവര് ദുർവിനിയോഗം ചെയ്യുകയാണ്. അപ്പം ഈ സ്വാതന്ത്ര്യത്തിൽ നിൽക്കുന്ന സമയത്ത് മനുഷ്യൻ ആൻഷ്യസ് ആവുന്നു എന്ന് മുൻപുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ആൻസൈറ്റി കുറയ്ക്കാനായിട്ട് ഇവ പല സംഗതികളിലേക്കും പല സംഘങ്ങളിലേക്കും ചെന്ന് കയറുകയാണ്. എന്നിട്ട് അവിടെ ആയിരിക്കുന്ന സമയത്ത് ഒരു ഫേക്ക് ആയിട്ടുള്ള സമാധാനം എനിക്കുണ്ട്, ഒരു സക്സസ് എനിക്കുണ്ട്, ഒരു ഗ്രാറ്റിഫിക്കേഷൻ എനിക്കുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തിൽ മനുഷ്യൻ അവിടെ തന്നെ നിലകൊള്ളുകയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വളർച്ചയില്ലാതെ അടിച്ചമർത്തപ്പെട്ട സപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. മനുഷ്യന്റെ ഫുൾ പൊട്ടൻഷ്യൽ എന്താണെന്ന് റിയലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വളരാനുള്ള ശ്രമം നടത്താനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ മജോറിറ്റി ആൾക്കാർക്കും ഇങ്ങനെയുള്ള ഒരു സംഗതിയെക്കുറിച്ച് ചിന്ത പോലുമില്ല. ജീവിക്കണം, അതിനുവേണ്ടി പണിയെടുക്കണം, അതിനുള്ള പണം കിട്ടണം, അത് വെച്ചിട്ട് അടിച്ചു പൊളിക്കണം, എൻജോയ് ചെയ്യണം എന്നൊക്കെയാണ് പല മനുഷ്യന്മാരും ഒന്ന് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു ലൈഫ് പാർട്ട്ണറെ കണ്ടെത്തി, അത് ആകുലതയുടെ പുറത്ത് ചിലത് വിജയിക്കും, ചിലത് പരാജയപ്പെടും. എങ്ങനെയാണെങ്കിലും പിന്നീടുള്ള ഒരു മനുഷ്യന്റെ ചിന്ത എന്ന് പറയുന്നത് ജീവിതത്തിൽ വിജയിക്കണം എന്നുള്ളതാണ്. കാരണം അവർ ഉദ്ദേശിക്കുന്ന വിജയം എന്ന് പറയുന്നത് അപ്പുറത്തും ഇപ്പുറത്തും അവർ കാണുന്നതായിട്ടുള്ള സമൂഹത്തിലുള്ളവരെ പോലെ അവരെ മത്സരിച്ച് അവരുടെ മുന്നിൽ കയറുക എന്നുള്ള ഒരു ചിന്തയാണ് ഇവർക്ക് വരുന്നത്. എന്നാൽ ജീവിതത്തിൽ ആത്യന്തികമായിട്ട് ഒരു മനുഷ്യൻ ഒരു സെൽഫ് ആക്ച്വലൈസ്ഡ് അവസ്ഥയിലേക്കാണ് എത്തേണ്ടത് എന്നുള്ള ചിന്ത ഈ മനുഷ്യരൊട്ട് ചിന്തിക്കുന്നില്ല താനും. ഇവിടെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഇങ്ങനെ സദാചാരത്തിന്റെ തകർച്ചയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉന്നതിയിലേക്ക് പോകേണ്ടതായിട്ടുള്ള ചിന്തകളുടെ ഒക്കെ തകർച്ച ഉണ്ടാകുന്ന സമയത്ത് ആയിരിക്കുന്ന ആ ഒരു സംസ്കാരം തകർന്നു പോകും എന്നുള്ളതാണ്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടുള്ള ഏത് ചിന്താധാരകളാണെങ്കിലും അത് മുകളിലേക്ക് വന്ന് പിന്നെ താഴേക്ക് വീഴും എന്നുള്ളതാണ്. പിന്നീട് പുതിയ സംസ്കാരം ആദ്യമേ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. അപ്പൊ ഈ അവസരങ്ങളെയൊക്കെയാണ് മതങ്ങൾ ഇങ്ങനെ മുതലെടുത്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മതങ്ങൾ തന്നെ, മതങ്ങളുടെ തെറ്റായിട്ടുള്ള പ്രബോധന രീതികൾ, മതങ്ങൾ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, ഈ മതത്തിനെ പലരും വ്യാഖ്യാനിക്കുകയും അതിനെ പ്രബോധനം ചെയ്യുന്ന രീതിയിലും തെറ്റുവരുന്ന സമയത്ത് ഈ ആകുലത എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഫിയർ കണ്ടീഷനിങ് എന്ന് പറയുന്നതിന്റെ അടിമകളായിട്ട് മനുഷ്യൻ വീണ്ടും വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകുലതയുടെ പുറത്ത് ഇവൻ എന്ത് ചെയ്യാണ്? ആരാധനാലയത്തിൽ പോവുകയാണ്. അതായത് എനിക്കിതെല്ലാം കിട്ടി, ഇതൊന്നും ഇനി നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല, അല്ലെങ്കിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു, ഇത് ഇനിയും കിട്ടിക്കൊണ്ടിരിക്കണം. അതിനുവേണ്ടി ആകുലതയുടെ പുറത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് തന്നതിന് നന്ദി, ഇപ്പൊ തന്നോണ്ടിരിക്കുന്നതിന് നന്ദി, ഇനി എനിക്ക് തരികയും വേണം. ഈ രീതിയിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിനെ വിളിച്ച് അപേക്ഷിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ തിരിച്ചറിയുന്നില്ല ഈ ഭൗതികമായിട്ടുള്ള അവസ്ഥയ്ക്ക് അപ്പുറത്തേക്കുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളത്. തീർച്ചയായിട്ടും ദൈവികമായിട്ടുള്ള ആ ഒരു ഭാവത്തിലേക്ക് മനുഷ്യൻ ഉയരാനായിട്ട് സാധിക്കുന്നില്ല. മനുഷ്യന്റെ ഉള്ളിലെ തന്നെ ദൈവത്തിനെ കണ്ടെത്തുവാനായിട്ടും സാധിക്കുന്നില്ല. അപ്പൊ ആരാധനാലയങ്ങളിൽ ആകുലതയോടുകൂടി റിലീജിയസ് റിച്വൽസിൽ ഏർപ്പെടുകയാണ്. പ്രാർത്ഥനകൾ റിപ്പീറ്റഡ് ആയിട്ട് ചൊല്ലുന്നു. ഇന്ന പ്രാർത്ഥന ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ കാര്യം സാധിക്കും, ഇന്ന പ്രാർത്ഥന 10 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ കാര്യം സാധിക്കും, ഇന്ന പ്രാർത്ഥന രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കുന്ന സമയത്തും ചെയ്തു കഴിഞ്ഞാൽ സാധിക്കും, അല്ലെങ്കിൽ ഇത്ര രീതിയിലുള്ള ജപങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വിജയിക്കും, അല്ലെങ്കിൽ ഇത്ര രീതിയിലുള്ള റിലീജിയസ് ഒബ്ജക്ട്സ് കൗണ്ട് ചെയ്ത് എണ്ണിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിജയിക്കും. അപ്പൊ മനുഷ്യൻ ഇവിടെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? ഹീസ് ബിക്കമിങ് ഒബ്സസ്ഡ്. അതായത് ഒരു തരത്തിലുള്ള ബാധ കൂടിയ പോലെയാണ്. ഒബ്സസീവ് കമ്പൾഷൻ അവിടെ വരികയാണ്. അതായത് ബാധ കൂടിയതുപോലെ അവനെ ഫോഴ്സ് ചെയ്ത് ഈ ആൻസൈറ്റി അവനെ കൊണ്ട് പ്രവർത്തിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ആകുലതയുടെ പുറത്ത് അവൻ ഒരു ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, മനഃശാസ്ത്രത്തിന്റെ വ്യൂ പോയിന്റ് നോക്കുകയാണെങ്കിൽ ഒബ്സസീവ് കമ്പൾസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ, OCPD പോലുള്ള വ്യക്തിത്വ വൈകല്യങ്ങൾ, അല്ലെങ്കിൽ OCD പോലുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ നമുക്കിന്ന് കാണാൻ സാധിക്കും. അതിനോടടുത്ത് വരെ മനുഷ്യൻ ഇന്ന് ആയി പോവുകയാണ്. കാരണം അത്രയും ആകുലതയാണ്. ആൻസൈറ്റിയുടെ പുറത്ത് ആൻസൈറ്റി അറ്റാക്ക് ഉണ്ടാകുന്നു. പല ആളുകളും ആകുലതപ്പെട്ടുകൊണ്ട് മരിച്ചു വീഴുകയാണ്. ഹൃദ്രോഗങ്ങൾ കൂടി വരുന്നു. അപ്പൊ മനുഷ്യൻ ഇത്രയും വേവലാതിപ്പെട്ടത് കൊണ്ട് ഇവന് വല്ല മെച്ചമുണ്ടോ? ഇല്ല.
ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് ഉത്തരം നാവിന്റെ തുമ്പിലുണ്ടായിരുന്നു, പക്ഷെ അത് ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നില്ല എന്നുള്ളൊരു അവസ്ഥ നമുക്കൊക്കെ ഉണ്ടാകാറുണ്ട്. കാരണം നമുക്ക് സ്ട്രെസ്സാണ്, നമുക്ക് ആൻസൈറ്റി ആണ്. ഈ ആൻസൈറ്റി മാറിക്കഴിയുമ്പോൾ എന്തായി, ഈ ഉത്തരം നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ബോധത്തിലേക്ക് തെളിഞ്ഞു വരികയും ചെയ്യും. അപ്പൊ ആൻസൈറ്റി എന്ന് പറയുന്നത് മനുഷ്യന് ജീവിതത്തിൽ സർവൈവ് ചെയ്യാൻ ഒരു പരിധി വരെ ചിലപ്പോൾ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ കുറച്ചൊക്കെ വേണമായിരിക്കും. പക്ഷെ ഇതൊരു അൺഹെൽത്തി ആയിട്ടുള്ള അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത്, ഇത് മനുഷ്യനെ ഭരിക്കുന്ന സമയത്ത് മനുഷ്യൻ പ്രശ്നങ്ങളിലേക്ക് പോവാണ്. അപ്പോൾ റിലീജിയൻ ബേസിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടു, റിലീജിയസ് OCD എന്നാണ് ഞാൻ അതിനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മതപരമായിട്ടുള്ള റിച്വൽസിനോടുള്ള ഒരു അടിമത്തം. കാരണം അതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി പാഷനേറ്റ് ആയിട്ട് അതിന്റെ നിറവിൽ അതിനെ ഉൾക്കൊണ്ടുകൊണ്ടല്ല ഭൂരിപക്ഷം ആൾക്കാരും ചെയ്യുന്നത്. വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും ദിവസവും ആരാധനാലയങ്ങളിൽ പോവുകയും അല്ലെങ്കിൽ അതിലേക്ക് മുഴുകി ജീവിക്കുന്ന ആളുകൾ. പക്ഷേ പല ഹിസ്റ്ററി പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ ജീസസ് ക്രൈസ്റ്റിന്റെ കാര്യമായാലും അദ്ദേഹം പല സമയത്തും പ്രാർത്ഥിക്കാനായിട്ട് ഒറ്റയ്ക്ക് പോയിരിക്കുന്നതായിട്ടും വിജനമായിട്ടുള്ള സ്ഥലങ്ങളും കുന്നിൻ മുകളിലും ഒക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഗൗതമ സിദ്ധാർത്ഥ ബുദ്ധനാണെങ്കിൽ മരത്തിന്റെ ചുവട്ടിൽ ധ്യാനിച്ചത്. പ്രാചീന ഭാരതത്തിലേക്ക് പോവുകയാണെങ്കിൽ ഋഷിവര്യന്മാരാണെങ്കിലും ഗുഹകളിലും കാടുകളിലും പർവ്വതങ്ങളിലും ഹിമാലയ പർവ്വതത്തിലും ഒക്കെ ധ്യാനിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പല മഹായോഗികളാണെങ്കിലും അവരുടെ മുറികളിൽ പോലും അവർ ധ്യാനാത്മകതയിൽ ഇരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അവരാരും ആകുലപ്പെടുന്നില്ല. ആകുലതയ്ക്കെതിരെയാണ് അവർ സംസാരിക്കുന്നത്. ആകുലപ്പെടാതെ നീ പരബ്രഹ്മവുമായിട്ട് ഒരു ബന്ധവുമായിട്ട് ഇരിക്കുന്ന സമയത്ത് നിനക്ക് വേണ്ടതെല്ലാം നിന്നിലേക്ക് എത്തിച്ചേരും എന്നുള്ള രീതിയിലാണ് ഈ മഹാരഥന്മാരൊക്കെ മനുഷ്യരെ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ നിർബന്ധിത അടിമത്തങ്ങൾക്കൊക്കെ എന്താണ് കാരണം? തെറ്റായ പ്രബോധനമാണ് അതിന് കാരണം. അപ്പോൾ അർത്ഥശൂന്യമായിട്ട് വെറും റിപ്പീറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് OCD അല്ലെങ്കിൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ ഒക്കെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലരിലുണ്ടാകുന്ന ചില ബിഹേവിയറുകൾ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കൈയൊക്കെ എത്ര കഴുകിയാലും വൃത്തിയായില്ല എന്ന് തോന്നുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നു. രാത്രി കിടക്കാൻ നേരത്ത് വാതിൽ അടച്ചില്ല എന്ന് തോന്നുന്ന സമയത്ത് വീണ്ടും വീണ്ടും ആ കുറ്റി ഇട്ടോ എന്ന് പോയി നോക്കുന്നു. അങ്ങനെ അവർക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. അവർക്ക് എപ്പോഴും കുളിമുറിയിലായിരിക്കേണ്ടതായിട്ട് വരികയാണ്. അല്ലെങ്കിൽ അവര് റിപ്പീറ്റഡ് ആയിട്ട് മറ്റ് ചില കാര്യങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഉറപ്പുവരുത്തുക എന്നുള്ളത് സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. വേറെ ഒരുപാട് കാര്യങ്ങളിൽ ഇവർക്ക് ഈ റിപ്പീറ്റേഷൻ ഇങ്ങനെ വരികയാണ്. ഒരു ബാധ കൂടി എന്ന് പറയുന്ന പോലെ തന്നെ ആ ഡിസോർഡറിന്റെ പേരിൽ തന്നെ ഉണ്ട് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. അവിടെ തന്നെ നമുക്കൊരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു അടിമത്തം എന്നാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ ഇതിലുള്ളതുപോലെ മനുഷ്യന്റെ ജീവിതത്തിൽ ആരാധനാലയങ്ങളിലേക്ക് പോകുന്ന അവസ്ഥകളിൽ വരെ നമുക്കൊരു OCDക്ക് സമാനമായിട്ടുള്ള, അതായത് ഒരു പർപ്പസ് ഇല്ലാത്ത രീതിയിലുള്ള ബിഹേവിയർ. അവർക്കറിയാം ഇതുകൊണ്ട് വലിയ കാര്യമില്ല, ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ട്. പക്ഷെ ഈ ഭയത്തിന്റെ ഫിയർ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് അടിമത്തം പോയതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുന്നില്ല. മാനസിക പ്രശ്നമാണെങ്കിൽ അത് സൈക്കാട്രിസ്റ്റിനെയോ സൈക്കോളജിസ്റ്റിനെയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ നിന്ന് മോചനം ഉണ്ടായേക്കാം. എന്നാൽ അതേ സമയത്ത് ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥയല്ലാതെ ജീവിതത്തിൽ ഈ പറയുന്ന മതപരമായിട്ടുള്ള റിച്വൽസിലുള്ള അടിമത്തം വരുന്ന സമയത്ത് അവർക്ക് എന്താണ് മരുന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഈശ്വരന്റെ അല്ലെങ്കിൽ ഡിവൈൻ എനർജിയുമായിട്ട് കണക്ട് ചെയ്യുക, അതിനെ റിയലൈസ് ചെയ്യുക എന്നുള്ളതല്ലാതെ അവിടെ വേറെ വഴിയൊന്നുമില്ല. അപ്പൊ അതിനുവേണ്ടി നമുക്ക് പ്രാചീന ഭാരതത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വേദകാലഘട്ടം തൊട്ട് ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് നല്ലൊരു വഴി പറഞ്ഞു തന്നിരിക്കുന്നത് മെഡിറ്റേഷനും യോഗയുമാണ്. വിഷ്വലൈസേഷനും ഉണ്ട്, അഫർമേഷൻസ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ ടെക്നിക്കലി എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. നമ്മുടെ ചാനലിൽ അത്തരത്തിലുള്ള വീഡിയോകൾ പ്രീവിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ബിബ്ലിക്കൽ കോണ്ടെക്സ്റ്റിലേക്ക് വരികയാണെങ്കിൽ, ബൈബിളിലേക്ക് നോക്കുന്ന സമയത്താണെങ്കിലും പല ഭാഗങ്ങളിലും നിങ്ങൾ ആകാശത്തിലെ പക്ഷികളെ നോക്കൂ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ബൈബിൾ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. അപ്പൊ അതിനേക്കാളും താഴ്ന്നവരാണോ നിങ്ങൾ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്ന അവസരമുണ്ട്. അതുപോലെ തന്നെ ആൻസൈറ്റി കൊണ്ട്, ആകുലതപ്പെട്ടത് കൊണ്ട് നിങ്ങളുടെ ആയുസിന്റെ ഒരു മുഴം എങ്കിലും നിങ്ങൾക്ക് നീട്ടാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആകുലതപ്പെട്ടതുകൊണ്ട് കാര്യമില്ല, നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥനയിലൂടെയും സ്തോത്രങ്ങളിലൂടെയും കാര്യങ്ങൾ പറയുകയും ദൈവത്തിനെ അറിയിക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കൊള്ളും എന്നുള്ള രീതിയിൽ ബൈബിളിൽ പറയുന്നുണ്ട്. ഇനി നമ്മളിപ്പോൾ പ്രാചീന ഭാരതത്തിൽ പറയുന്നതും ബൈബിളിൽ പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു. ബുദ്ധമതത്തിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കവിടെ ഈ ആൻസൈറ്റി അല്ലെങ്കിൽ മനുഷ്യന്റെ ആകുലതകൾക്ക് അവസാനിപ്പിച്ചുകൊണ്ട് ജ്ഞാനോദയത്തിലേക്ക് പോകുന്നതിനായിട്ടുള്ള സത്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വിശദീകരിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇനി ഇസ്ലാമിലേക്ക് വരികയാണെങ്കിലും അവിടെയും നമുക്ക് കരുണയിലൂടെ എങ്ങനെ മനുഷ്യന്റെ മനസ്സിന്റെ സമാധാനത്തിലൂടെ മുന്നോട്ട് പോകാം എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. എന്തു തന്നെയാണെങ്കിലും
എല്ലാ മതങ്ങളിലും മനുഷ്യ നിവേശിതമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനെയൊക്കെ ഫിൽട്ടർ ചെയ്ത് മാറ്റിയിട്ട് അതിലെ നല്ല എസൻസ് എടുക്കുന്ന സമയത്ത് ഇതൊക്കെ സംസ്കാരത്തിന്റെ സംശുദ്ധ സൃഷ്ടികളാണെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചിന്തയുടെ സംശുദ്ധ സൃഷ്ടികളാണെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പല മതഗ്രന്ഥങ്ങളിലാണെങ്കിലും ആറ്റിക്കുറുക്കിയതായിട്ടുള്ള സത്യങ്ങൾ നമുക്ക് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു മതഗ്രന്ഥമല്ല, അതിന്റെ ഒരു അടിമയായിട്ടല്ല നിങ്ങൾ ഉണ്ടായിരിക്കേണ്ടത്. ഒരു രീതിയിലുള്ള മതത്തിന്റെ ആരാധനാലയമല്ല നിങ്ങൾക്കായിട്ടുള്ളത്. ഈ പ്രപഞ്ചം, ഈ ഭൂമി, ഈ പ്രകൃതി തന്നെ നമ്മുടെ ആരാധനാലയമാണ്. ഈ എല്ലാ മതഗ്രന്ഥങ്ങളിൽ നിന്നുള്ള നല്ല കാര്യങ്ങൾ നമ്മുടെ ചിന്തകളാണ്, നമ്മുടെ വേദങ്ങളാണ്, നമ്മളുടെ വാക്യങ്ങളാണ്, നമ്മളുടെ വേഴ്സസ് ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ ആഴത്തിലുള്ള തലങ്ങളിലേക്ക് നമ്മൾ എന്താണോ അഫേം ചെയ്തു കൊടുക്കുന്നത്, ഇപ്പൊ ചാന്റിങ് ഉണ്ട്, റിപ്പീറ്റഡ് ആയിട്ടുള്ള പറച്ചിലുകളുണ്ട്. ഈ പ്രാർത്ഥനകളൊക്കെ അർത്ഥം മനസ്സിലാക്കാതെ നാക്കുകൊണ്ടും മനസ്സുകൊണ്ടും വെറുതെ ചൊല്ലിയതുകൊണ്ട് ഒരു കാര്യമില്ല. ഡീപ്പായിട്ട് മനസ്സിന്റെ ആഴങ്ങളിലേക്ക് ഇത് കൊടുക്കാൻ പറ്റുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം. ആ ഒരു സത്യം ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശവും. ചുരുക്കി പറഞ്ഞാൽ ആൻസൈറ്റി നമ്മളുടെ ജീവിതത്തിനെ തകർത്ത് കളയുകയാണ്. എന്നാൽ ആൻസൈറ്റിയിൽ നിന്നും അതിന്റെ അടിമത്തത്തിൽ നിന്നും നമ്മൾ മോചിതരായി സ്വാതന്ത്ര്യത്തെ പുൽകുന്ന സമയത്ത് നമുക്ക് ദൈവത്തെ ദർശിക്കാൻ സാധിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഉപബോധ മനസ്സിന്റെ ശക്തിയെക്കുറിച്ച് ജോസഫ് മർഫിയെ പോലുള്ള ആളുകൾ ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്, ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ബോധ മനസ്സിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മളുടെ കോൺഷ്യസ് മൈൻഡിലൂടെ, നമ്മൾ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ ഇച്ഛാശക്തി നമ്മുടെ അബോധ തലങ്ങളിലേക്ക് കൊടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അബോധ മനസ്സ്, അതുപോലെ തന്നെ കാൾ ഗുസ്താവ് യൂങ്ങിന്റെ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് പോലുള്ള കൺസെപ്റ്റുകൾ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ആ കൺസെപ്റ്റിലാണെങ്കിലും ആ ഒരു ഡീപ്പർ ലെവലാണ് അബോധമെന്നോ അല്ലെങ്കിൽ ഉപബോധമെന്നോ ഇനി അതല്ലെങ്കിൽ കളക്റ്റീവ് കോൺഷ്യസ്നെസ് എന്നോ കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ് എന്നൊക്കെ വിളിക്കുന്നതായിട്ടുള്ള നമ്മുടെ ഈ ബോധചിന്തകൾ നടക്കുന്ന തലത്തിനപ്പുറത്തേക്കുള്ള ഒരു അവസ്ഥയിൽ ഈ കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നു എന്നാണ് ഒരു പെർസ്പെക്റ്റീവ്. പക്ഷെ ചില ചിന്തകർ പറയുന്നത് എവറിത്തിങ് ഈസ്, നിങ്ങളുടെ ഫ്യൂച്ചർ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ ഫ്യൂച്ചറിനെ ആക്സസ് ചെയ്യുക, നിങ്ങളുടെ നല്ലതായിട്ടുള്ള ശോഭനമായിട്ടുള്ള ഭാവി. ബൈബിളിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. സോ അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള പദ്ധതി ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആക്സസ് ചെയ്യുക, അതിലേക്ക് ട്യൂൺ ഇൻ ചെയ്യുക. ആ ട്യൂൺ ഇൻ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഇനി മർഫിയുടെ പോലുള്ള കൺസെപ്റ്റുകളിൽ പറയുകയാണ് ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുന്നു. ചിലർ പറയുന്നു ദൈവത്തിനോട് പറയുന്നു, പ്രാർത്ഥിക്കുന്നു. ചിലർ പറയുന്നു കളക്റ്റീവ് അൺകോൺഷ്യസ്നെസ്സിലേക്ക് ആക്സസ് ചെയ്തു. ഇതൊക്കെ യഥാർത്ഥത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ആൻസൈറ്റി ഒക്കെ ഒരു ഷട്ട് ഡൗൺ ചെയ്ത അവസ്ഥയിലാണ്, അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകളെ ഷട്ട് ഡൗൺ ചെയ്ത അവസ്ഥയിലാണ്. നമ്മുടെ മനസ്സ് അതിലെ സംശയകരമായിട്ടുള്ള ചോദ്യങ്ങളെ ഷട്ട് ഡൗൺ ചെയ്ത അവസ്ഥയിലാണ്. നമ്മൾ വേറൊരു രീതിയിലുള്ള ചിന്തകളും ആ സമയത്ത് നമ്മളെ ഭരിക്കുന്നില്ല. നമ്മൾ ചിന്തയില്ലാത്തതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരുവാനാണ് നമ്മളോട് ഋഷിവര്യന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ട്രാൻസ് സ്റ്റേജിലാണ്. അപ്പൊ നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത്, ആ ഒരു ട്രാൻസ് സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സിലാണെങ്കിലും അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഫ്രീക്വൻസി ആയിട്ട് ട്യൂൺ ചെയ്ത് പോവുകയാണെന്നുള്ള കൺസെപ്റ്റ് നോക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ഇന്റൻഷൻസ് സെൻഡ് ചെയ്യുവാണെന്ന് പറയുകയാണെങ്കിലും, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വി ആർ ആക്സസിങ് എ റിലം ബിയോണ്ട് ദ ഫിസിക്കാലിറ്റി എന്നുള്ളതാണ്. ഒരു ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റിന്റെ കൺസെപ്റ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിന്റെ തന്നെ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ തന്നെതായിട്ടുള്ള ഒരു അനദർ ഡയമെൻഷനിലേക്ക് നമുക്ക് ആക്സസ് കിട്ടുന്നതായിട്ടുള്ള സമയത്താണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത്. എപ്പോഴും നമ്മൾക്ക് പറയാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ബോധ മനസ്സിൽ തോന്നുന്നതായിട്ടുള്ള നമ്മുടെ ഇച്ഛകളും അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളും അങ്ങോട്ട് കൊടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അതിനേക്കാളും സംശുദ്ധമായിട്ടുള്ള അവസ്ഥയാണ് നമ്മുടെ അബോധ തലങ്ങളും ആത്മീയ തലങ്ങളും എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കുള്ളതിനേക്കാളും നല്ലതായിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ ക്രിയേറ്റർ എന്ന് വിളിക്കുന്ന നമ്മുടെ ഉള്ളിൽ കൂടെ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മഹാശക്തിക്ക് ഉണ്ട് എന്നിരിക്കെ ആ ശക്തിയിലേക്ക് ആക്സസ് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്താണ് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നതും ഈ ലോകം സ്വർഗമായിട്ട് മാറുന്നതും. ഈ ഒരു സന്ദേശം പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ചിന്തകളെ അത് പ്രകാശപൂരിതമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ കരുത്തരായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.